വാർത്തകളിലേക്ക്. തൃശൂർ കിരാരൂർ പരശുരാമ മെമ്മോറിയൽ സ്കൂൾ പൂട്ടി. സ്കൂൾ ഓഫീസ് സീൽ ചെയ്തു. എന്നാൽ സ്കൂൾ പൂട്ടാനെത്തിയ എഇഒയെയും സംഘത്തെയും പ്രതിഷേധക്കാർ തടഞ്ഞു. ദിൽജിത്ത് ചേരുന്നുണ്ട് തൃശൂരിൽ നിന്നും. ദിൽജിത്ത്, ലാഭം ഇല്ലെന്ന കാരണം കൊണ്ട് തന്നെയാണോ ഈ സ്കൂളും പൂട്ടാൻ ഉള്ള നടപടികൾ നടന്നത്? മനു, തീർച്ചയായും മലാപ്പറമ്പ് സ്കൂളിന്റെ സമാനമായ സാഹചര്യങ്ങളാണ് തൃശൂർ കിരാലൂർ പരശുരാമ മെമ്മോറിയൽ LP സ്കൂളിലും നിലനിൽക്കുന്നത്. 2011 മുതൽ സ്കൂൾ നഷ്ടത്തിലാണ് എന്ന് ചൂണ്ടിക്കാട്ടി മാനേജ്മെന്റ് സ്കൂൾ പൂട്ടാനുള്ള നടപടികളുമായി മുമ്പോട്ട് പോവുകയായിരുന്നു. ഇതിനെ എതിർത്ത വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു മാനേജ്മെന്റ്. ഈ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതി സ്കൂൾ മാനേജ്മെന്റിന് അനുകൂലമായി സ്കൂൾ അടച്ചുപൂട്ടി വിദ്യാർത്ഥികളെ മറ്റ് സർക്കാർ സ്കൂളുകളിലേക്ക് മാറ്റാൻ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഉത്തരവിട്ടിരുന്നു. ഈ ഒരു ഉത്തരവ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കഴിഞ്ഞ വർഷം സ്കൂൾ അടച്ചുപൂട്ടാനുള്ള ഒരു തീരുമാനവുമായി രംഗത്തെത്തിയപ്പോൾ ഈ സമാന രീതിയിലുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്കൂൾ സംസ്ഥാന സമിതിയും നാട്ടുകാരും ചേർന്നുള്ള ശക്തമായ പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ഈ തീരുമാനം ഉപേക്ഷിച്ചിരുന്നു. തുടർന്നാണ് ഈ 2015-2016 അധ്യയന വർഷം പൂർത്തിയായ ശേഷം ഇപ്പോൾ വീണ്ടും ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ച് സ്കൂൾ പൂട്ടാനുള്ള അനുമതി തേടിക്കൊണ്ട് മാനേജ്മെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാനുള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു. തുടർന്നാണ് എഇഒ വടക്കാഞ്ചേരി എഇഒ അടക്കമുള്ള വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി സ്കൂൾ പൂട്ടാനായി എത്തിയത്. എന്നാൽ തീർച്ചയായിട്ടും ദിൽജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. VSന് ക്യാബിനറ്റ് റാങ്ക് നൽകാൻ PB തീരുമാനം. റാങ്ക് പദവി ഏതെന്നുള്ളത് മന്ത്രിസഭ തീരുമാനിക്കും. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, PBയുടെ തീരുമാനത്തിന്റെ വിവരങ്ങൾ. മനു, ഇന്ന് ചേർന്ന PB യോഗമാണ് VSന്റെ പദവി സംബന്ധിച്ച ചർച്ചയിലേക്ക് കടന്നത്. VSന് ക്യാബിനറ്റ് പദവി നൽകണം എന്ന അഭിപ്രായം PB യോഗത്തിലുണ്ടായി. എന്തായാലും ഇത് നൽകണം എന്നൊരാവശ്യം PB തന്നെ സംസ്ഥാന ഘടകത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഏത് പദവി നൽകണം എന്ന കാര്യത്തിൽ സംസ്ഥാന മന്ത്രിസഭ ആലോചിച്ച് നടപടിയെടുക്കണം, ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം. കാരണം ഉപദേശക പദവിയാണോ അതോ മറ്റേതെങ്കിലും പദവിയാണോ നൽകേണ്ടത് എന്ന കാര്യത്തിൽ മന്ത്രിസഭയാണ് ഇനി തീരുമാനം എടുക്കേണ്ടത്. ഇനി ഒരു നിയമവശം കൂടി ഇക്കാര്യത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം MLA ആയിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു പദവി കൂടി വഹിക്കുമ്പോൾ അത് ഇരട്ട പദവി തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നതുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അക്കാര്യം കൂടി പരിശോധിച്ചുകൊണ്ട് ഏത് പദവി നൽകും എന്ന കാര്യത്തിൽ മന്ത്രിസഭ തീരുമാനം. പക്ഷേ ഏത് പദവി ആയാലും അത് ക്യാബിനറ്റ് റാങ്കോട് കൂടി ഉള്ളതായിരിക്കുക തന്നെ ചെയ്യും. ഇക്കാര്യത്തിൽ ഇനി സംസ്ഥാന മന്ത്രിസഭയാണ് തീരുമാനമെടുക്കേണ്ടത്. PB ഇന്ന് അല്പസമയം മുമ്പ് സമാപിച്ചു. അവസാനഘട്ട ചർച്ചയിലാണ് VSന്റെ കാര്യത്തിലേക്ക് കടന്നതും. മനു, തീർച്ചയായും സന്തോഷം, അതുതന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഭാഗമായി VS കൂടി വരുന്നു. അത്തരത്തിൽ മന്ത്രിസഭ തീരുമാനമെടുക്കണം എന്ന് PB നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. അവിടെ ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇരട്ട പദവിയുടെ കാര്യത്തിൽ മാത്രമാണ്. അതിന് നേരത്തെ സോണിയാഗാന്ധിയെ UPA സർക്കാരിൻ്റെ കാലത്ത് ഉപദേശകയാക്കി അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. അത്തരത്തിലൊരു രീതി തന്നെ ആയിരിക്കുമ്പോൾ സ്വീകരിക്കുക? മനു, ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു വിശദമായ ചർച്ചയിലേക്ക് PB കടന്നില്ലെങ്കിൽ പോലും ഇരട്ട പദവിയെ സംബന്ധിച്ചുള്ള ആശങ്ക ഈ യോഗത്തിൽ ഉയർന്നു വന്നു. ഇരട്ട പദവി തർക്കം പ്രശ്നമുണ്ടാകുമോ എന്ന കാര്യം പരിഹരിക്കണം. അതുകൊണ്ട് തന്നെ മന്ത്രിസഭ ഇക്കാര്യത്തിൽ എന്ത് നടപടി കൈക്കൊള്ളും എന്ന കാര്യം കൂടി മന്ത്രിസഭ തീരുമാനിക്കും. കാരണം ആവശ്യമെങ്കിൽ ഒരു ഓർഡിനൻസ് ഇറക്കി ഇത് മറികടക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകും VSന് വേണ്ടി. VSന് ഇരട്ട പദവി പ്രശ്നം ഉണ്ടാകാത്ത തരത്തിൽ ഒരു പദവി നൽകണം. അതല്ല ഇനി നിയമം മാറ്റണമെങ്കിൽ നിയമ ഭേദഗതി തന്നെ വരുത്തും. ഇതിനായി സംസ്ഥാന മന്ത്രിസഭ ഓർഡിനൻസ് ഇറക്കും. കാരണം ഇനി അടുത്ത് ചേരുന്ന സംസ്ഥാന മന്ത്രിസഭയാണ് ഇതിന് എന്ത് പദവി നൽകണം എന്ന കാര്യത്തിൽ തീരുമാനിക്കേണ്ടത്. PB യോഗത്തിൽ അക്കാര്യത്തിൽ തീരുമാനമായി ധാരണയിൽ എത്തുകയും ചെയ്തു. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ മന്ത്രിസഭ കൂടി തീരുമാനമെടുക്കും. ഏത് പദവി ആയാലും അതിന് ക്യാബിനറ്റ് പദവി ഉണ്ടാകും. ആ പദവി നൽകുമ്പോൾ ഇരട്ട പദവി പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ആവശ്യമെങ്കിൽ നിയമ ഭേദഗതിയുടെ ഭാഗമായി ഓർഡിനൻസും ഇറക്കും. മനു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് PB നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഇരട്ട പദവിക്ക് അപ്പുറത്തേക്ക് VS കൂടി സർക്കാരിൻ്റെ ഭാഗമായി ക്യാബിനറ്റ് റാങ്കോടെ വരുമ്പോൾ പാർട്ടിക്കും മുന്നണിക്കും ഉണ്ടാകുന്ന ഉണർവ് അത് ഏത് തരത്തിലാണ് PB വിലയിരുത്തിയത്? PB ഇന്നലെയും ഇന്നുമായി ചേർന്ന PB യോഗം പ്രധാനമായും തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ അവലോകനത്തിലേക്കാണ് കടന്നത്. അതിൽ കേരളത്തിൽ വമ്പിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇത് കഴിഞ്ഞ 5 വർഷം അഴിമതിക്കെതിരെ പാർട്ടി നടത്തിയ
സമരങ്ങളുടെയൊക്കെ ഭാഗമാണ് ഈ വിജയം. അതോടൊപ്പം തന്നെ VSന്റെ പ്രതിച്ഛായയും മറ്റ് നേതാക്കളുടെ പ്രതിച്ഛായൊക്കെ ഇതിന് ഗുണകരമാവുകയും ചെയ്തു. VS വലിയൊരു പ്രചരണത്തിന് തന്നെ മുന്നിട്ട് നിൽക്കുകയുണ്ടായിരുന്നു. ആ കാര്യങ്ങളാണ് ഇന്ന് PB യോഗത്തിൽ പ്രധാനമായും ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു MLA ആയി നിർത്തുന്നതിന് പകരം ക്യാബിനറ്റ് പദവിയോടുകൂടി മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ഈ മന്ത്രിസഭയുടെ ഒരു പദവിയിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരിക എന്നത് ജനങ്ങളുടെ ഒരു ആവശ്യമാണ് എന്നാണ് PB യോഗത്തിൽ ഒരു ചർച്ചയായതുപോലും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു പദവി നൽകുന്നത്. അത് ഏത് പദവി എന്നതാണ് ഇനി ആലോചിക്കേണ്ടത്. കാരണം മന്ത്രിസഭയുടെ ഉപദേശക സമിതിയിലൊക്കെ ആണെങ്കിൽ പോലും അത് ഇനി മന്ത്രിസഭ തീരുമാനിക്കുന്നത്. നേരത്തെ അത്തരം ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ ഉപദേശകനായി നിയമിക്കും എന്നതൊക്കെ. പക്ഷെ ഇനി ആ പദവി ഏതാണ് എന്ന കാര്യത്തിൽ വേണം തീരുമാനം എടുക്കേണ്ടത്. സന്തോഷ്, അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത്, പ്രചരണ സമയത്ത് ഇടതുമുന്നണിയുടെ പ്രധാന പ്രചാരകരിൽ ഒരാൾ എന്ന നിലയിൽ VS വഹിച്ച ആ പങ്ക് വെറും ഒരു MLAക്ക് അപ്പുറത്തേക്ക് സർക്കാരിന്റെ ഭാഗമായി ഒരു ക്യാബിനറ്റ് റാങ്കോടെ അദ്ദേഹത്തെ നിലനിർത്തുക എന്ന പൊതുധാരണയിലേക്കാണോ PB എത്തിയത്? മനു, അങ്ങനെയാണ് കാര്യങ്ങളും ചർച്ചകളും നീങ്ങുന്നത്. മറ്റു സംസ്ഥാന ഘടകങ്ങൾ കൂടി ഈ ചർച്ചയിൽ വിശദമായി പങ്കെടുക്കുകയും ചെയ്തു. കാരണം VSന് ഇനി അദ്ദേഹത്തിന് ഒരു MLA ആയി മാത്രം നിർത്തുന്നതിലോട്ട് കാര്യമില്ല. കാരണം പ്രചരണത്തിൽ ഉടനീളം അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി വളരെ അശ്ലീലം പ്രവർത്തിച്ചു. അദ്ദേഹത്തിന് ജനങ്ങൾ വലിയൊരു സ്വീകരണം തന്നെ നൽകുകയും ചെയ്തു. പാർട്ടിക്ക് അത് ഗുണകരമായി മാറുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു പദവി കൂടി നൽകി മന്ത്രിസഭയുടെ ഭാഗമാക്കി നിർത്തുന്നത് ഈ മന്ത്രിസഭയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും എന്നുകൂടി, അല്ലെങ്കിൽ അതിന് നല്ലൊരു പ്രതിച്ഛായ നൽകും എന്നുകൂടി ഒരു അഭിപ്രായം യോഗത്തിലുണ്ടായി. അതുകൊണ്ടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കോട് കൂടി ഈ പദവി നൽകുന്നത്. തീർച്ചയായിട്ടും. സന്തോഷ് സർലിംഗാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. VSന് ക്യാബിനറ്റ് റാങ്കോടെ പദവി നൽകാൻ PB തീരുമാനം. ഇക്കാര്യം ഇനി മന്ത്രിസഭ ചേർന്ന് അദ്ദേഹത്തിന്റെ പദവി ഏതെന്ന് തീരുമാനിക്കാൻ PB നിർദ്ദേശം നൽകിയിരിക്കുന്ന വിവരങ്ങളാണ് സന്തോഷ് ദില്ലിയിൽ നിന്നും നൽകിയത്. ജിഷ വധക്കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതി. പുതിയ സംഘം അന്വേഷണവുമായി മുന്നോട്ട് പോകട്ടെ എന്നും കോടതി നിർദ്ദേശിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരെ തീരുമാനിക്കാൻ ജുഡീഷ്യറിക്കാവില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ജിഷ വധക്കേസ് CBI അന്വേഷിക്കണമെന്നും അന്വേഷണ ചുമതല മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് കൈമാറണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഒരു കൂട്ടം ഹർജികളാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് തോട്ടത്തിൽ B രാധാകൃഷ്ണൻ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. CBI അന്വേഷണം ആവശ്യമില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ADGP B സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം തുടരണമെന്ന് നിർദ്ദേശിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടുകളും പൊതുജന മധ്യത്തിൽ ചർച്ചയ്ക്കായി വിട്ടു നൽകരുത് എന്ന് നിർദ്ദേശിച്ച കോടതി പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പേരും മറ്റു വിവരങ്ങളും വെളിപ്പെടുത്തിയത് ഉചിതമായില്ല എന്ന് അഭിപ്രായപ്പെട്ടു. ഇതുവരെ നടന്ന അന്വേഷണത്തിന്റെ വിശദാംശങ്ങളടങ്ങിയ 2 ഫയലുകൾ മുദ്രവെച്ച കവറിൽ മധ്യമേഖല IG മഹിപാൽ യാദവ് കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ ദിവസത്തെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചത്. പോലീസിന്റെ അന്വേഷണത്തിൽ ഇടപെടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയ കോടതി IG സമർപ്പിച്ച രേഖകൾ പരിശോധിക്കാതെ മടക്കി നൽകി. കൊലപാതകത്തിന് മുമ്പ് ജിഷ തോപ്പുംപടി സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ അന്വേഷണം ഉണ്ടാകാതിരുന്നത് ഗുരുതരമെന്ന് വിലയിരുത്തിയ കോടതി ഇക്കാര്യം പരിശോധിച്ച് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇരയുടെ സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകുന്ന അന്വേഷണമാകണം ഉണ്ടാകേണ്ടത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. SC/ST പീഡന നിരോധന നിയമപ്രകാരം ആദ്യ അന്വേഷണ സംഘത്തിന് വീഴ്ച വന്നുവെന്ന ആക്ഷേപം സംബന്ധിച്ച് പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഹൈക്കോടതിയിൽ നിന്ന് നിയമകാര്യ ലേഖകൻ PP താജുദ്ദീനൊപ്പം സമീർ വഴങ്ങോട്. കലാഭവൻ മണിയുടെ മരണത്തിന്റെ അന്വേഷണം ഒരാഴ്ചക്കകം പൂർത്തിയാകുമെന്ന് പോലീസ്. മൃതദേഹത്തിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്താനായില്ല. എന്നാൽ ഹൈദരാബാദിൽ നിന്നുള്ള ഫോറൻസിക് റിപ്പോർട്ടിൽ വിഷമദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. വിഷമദ്യം ശരീരത്തിലെത്തിയത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അന്വേഷണം ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനാവുമെന്നാണ് പോലീസ് കരുതുന്നത്. LNG പൈപ്പ് ലൈൻ സംബന്ധിച്ച് ധാരണയായി. 2 വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് പെട്രോനെറ്റിന്റെ ഉറപ്പ് ലഭിച്ചു. അതേസമയം LNG പദ്ധതിയെ സംബന്ധിച്ച് പെട്രോനെറ്റ് MDയോട് വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പെട്രോനെറ്റ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദമായിട്ട് സംസാരിക്കാൻ വേണ്ടി അടുത്ത ദിവസം വരുന്നു. നമ്മുടെ ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെ പ്രശ്നം തന്നെയാണ്. നമ്മുടെ താല്പര്യം നേരത്തെ പറഞ്ഞാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ താല്പര്യവും ലൈൻ വേണമെന്ന് ഞാൻ ചില വിശദാംശങ്ങൾ തരാൻ വേണ്ടി പറഞ്ഞു. അത് അദ്ദേഹം കൊണ്ടുവരാമെന്ന്. അതിരപ്പള്ളി പദ്ധതിയിൽ പൊതു ചർച്ച വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അതേസമയം കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കുകളുടെ കാലം കഴിഞ്ഞെന്നും കേരളത്തിൽ കോൺഗ്രസിന് ഒറ്റക്കെട്ടെന്നും ചെന്നിത്തല പറഞ്ഞു. ഗ്രൂപ്പ് വഴക്കുകളുടെയും തമ്മിലടിയുടെയും ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങളുടെയും ഒരു കാലം കേരളത്തിലെ കോൺഗ്രസിൽ അവസാനിക്കുകയാണ്. കേരളത്തിൽ 12-13 വർഷക്കാലം നേതൃത്വത്തിൽ ശ്രീ AK ആന്റണിക്ക് ശേഷം ഇരുന്ന ശ്രീ ഉമ്മൻചാണ്ടി
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് സ്ഥാനത്തേക്ക് ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയും അതേ തുടർന്ന് അദ്ദേഹം എൻ്റെ പേര് നിർദ്ദേശിക്കുകയുമാണ് ഉണ്ടായത്. ഇത് കേരളത്തിലെ കോൺഗ്രസിൽ അസാധാരണമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം ഗ്രൂപ്പ് വഴക്കുകളുടെ, ഗ്രൂപ്പ് മത്സരങ്ങളുടെയും കിടമത്സരങ്ങളുടെയും സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ സന്ദേശം ഇതിലൂടെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് നൽകിയിരിക്കുകയാണ്. പ്രവാസി മലയാളി ജോയ് വി ജോണിനെ കൊലപ്പെടുത്തിയ മകൻ ഷെറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഷെറിനെ എത്തിച്ച ചിങ്ങവനത്തും ചെങ്ങന്നൂരും പോലീസ് പരിശോധന നടത്തി. 4 മണിക്ക് ജില്ലാ പോലീസ് മേധാവി പത്രസമ്മേളനം നടത്തും. ചെങ്ങന്നൂരിൽ നിന്നും ഷാജഹാൻ തത്സമയം ചേരുന്നുണ്ട്. ഷാജി, ഇയാളെ ഈ മൃതദേഹത്തിന്റെ വിവിധ ഭാഗങ്ങൾ കിട്ടിയ സ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി. കിട്ടിയ മൃതദേഹങ്ങൾ മരിച്ച ജോയിയുടെ തന്നെയാണ് എന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ടോ? പത്രസമ്മേളനം എപ്പോഴായിരിക്കും നടക്കുക? മനു, അല്പസമയത്തിനുള്ളിൽ ചെങ്ങന്നൂർ DYSP ഓഫീസിലാണ് പത്രസമ്മേളനം നടക്കുക. ഇതുവരെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ജില്ലാ പോലീസ് മേധാവി വിശദീകരിക്കും. ഇന്ന് രാവിലെ ഏകദേശം 2 മണിയോടുകൂടിയാണ് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ പ്രതിയിൽ നിന്നും പോലീസിന് ലഭിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടയത്തും ചങ്ങനാശ്ശേരിയിൽ നിന്നും മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ പോലീസിന് ലഭിക്കുകയുണ്ടായി. ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്രതിയെ കൊണ്ടുപോയി പോലീസ് തെളിവെടുപ്പ് നടത്തി. ഈ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധനകൾക്ക് ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇതിൽ കൂടുതൽ സ്ഥിരീകരണം വരികയുള്ളൂ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പ്രതി വളരെ കുഴയ്ക്കുന്ന തരത്തിലുള്ള മറുപടികളായിരുന്നു നൽകിയത്. വളരെ കൃത്യതയാർന്ന അന്വേഷണത്തിനൊടുവിലാണ് പോലീസിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇന്ന് പുലർച്ചയോടുകൂടി പ്രതിയിൽ നിന്ന് ലഭിക്കാൻ കാരണമായത്. പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില സാമ്പത്തിക പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ അവിഹിത ബന്ധങ്ങളുമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. ചെങ്ങന്നൂർ വെച്ച് 4 തവണ വെടിയുതിർത്താണ് കൊലപ്പെടുത്തിയതെന്നും പോലീസിന് നൽകിയ മൊഴിയിൽ ഷെറിൻ മൊഴി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ കൃത്യമായ മൊഴികളെല്ലാം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് മുൻപായിട്ട് പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകളെല്ലാം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി നടത്തിയ കൊലപാതകത്തിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ പ്രതിയുടെ മൊബൈലിൽ നിന്നും പോലീസിന് ലഭിച്ചതായിട്ട് തീർച്ചയായിട്ടും ഷാജഹാനാണ് ചെങ്ങന്നൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. മലബാർ ഗോൾഡൻ അടിമകളാക്കപ്പെട്ട പെൺകുട്ടികളെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ ഓൺലൈനിലൂടെ വിൽക്കാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ട്. സംഘടനയുടെ മൂലധനം ഉയർത്തുന്നതിന് ആവശ്യമായ പണം ലഭിക്കുന്നതിനാണ് ഓൺലൈൻ വാണിഭമെന്നും റിപ്പോർട്ട്. ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയുടെ 5 ദിവസത്തെ വിദേശ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മൊറോക്കോ, ടുണീഷ്യ എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുക. ഹൂസ്റ്റണിലുണ്ടായ വെടിവെപ്പിൽ അക്രമി ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടു. 6ഓളം പേർക്ക് പരിക്കേറ്റു. ഒരാഴ്ചയ്ക്കിടെ മെഡിറ്ററേനിയൻ തീരത്തുണ്ടായ 3 കപ്പൽ ദുരന്തങ്ങളിൽ 700-ലധികം അഭയാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി UN വാർത്താ ഏജൻസി.